Hey guys, welcome back to our channel. അപ്പോൾ ഇന്നലെ വ്ളോഗൊന്നും ഉണ്ടായിട്ടാ. ഇന്നലെ നമ്മുടെ ഡെയിലി വ്ളോഗൊന്നും ഉണ്ടായിട്ടാ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഷസാമിന് ഒട്ടും കഴിയുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് അങ്ങനെ ബിസിയായി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയെല്ലാം ഉണ്ടായിന്. അതെല്ലായിട്ട് ഞാൻ ഇന്നലെ ഉണ്ടായിട്ടാ ആക്ച്വലി ഇവിടെ. അപ്പോൾ അങ്ങനെ ആയിട്ട് തിരക്കായിപ്പോയി. അപ്പോൾ അതാണ് കഥ. അപ്പോൾ എന്തെന്ന് വെച്ചില്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗില്ലെങ്കിൽ എൻ്റെ കസിൻസ് എല്ലാം വരുന്നുണ്ട്, ആൻറ്റീസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആൻറ്റീൻ്റെ മക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ഉമ്മ എല്ലാം വരുന്നുണ്ട്, എല്ലാവരും വരും. അപ്പോൾ ചെറിയൊരു അങ്ങനെ എല്ലാവർക്കും കൂടി വരുവാൻ ചാല് ആ ഒരു ഇത്. അപ്പോൾ കിച്ചണിൽ കുറച്ച് അധികം ഉമ്മാരൊക്കെ പണിക്ക് കൂടണമെന്നും ചെല്ലിനും ഉമ്മക്ക് ഒരിച്ച് കഴിഞ്ഞില്ല. ഉമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് ഉമ്മക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാരൊക്കെ ഇങ്ങനെ ഹെൽപ്പ് വേണം, ഉമ്മക്ക് ഒട്ടും കഴിഞ്ഞില്ല എന്നെല്ലാം. അപ്പോൾ ഉമ്മാനൊന്ന് ഹെൽപ്പാക്കാം. പിന്നെ ഇതേടെ ഷസ്ലാൻ നോക്ക്, ഇതാ ഈ കാണുന്നത് കുറച്ച് മുന്നെടുത്ത് വെച്ച എൻ്റെ ഫൗണ്ടേഷൻ ഫുൾ തേച്ചിട്ട് വെച്ച അത് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം. നമുക്ക് ബനാന്ന് ചൂടെടുത്ത് സഹിക്കാനും കഴിയുന്നില്ല, അത്ര ബനാന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കിച്ചണിലേക്ക് പോയിട്ട് വരാം. ഇതാ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് കിച്ചണ് കിടക്കുന്നുള്ളത്, ഫുൾ മെസ്സായിട്ട്. അപ്പോൾ ഉമ്മാനെ കുറച്ച് ഹെൽപ്പാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഇതെന്താക്കുന്നുണ്ടോ, ചിക്കൻ കറിക്കുള്ള എല്ലാം ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. ഇത് ചിക്കൻ വേവിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനല്ല. ഓക്കെ, അത് കുക്കറിൽ വേവിക്കുന്നുണ്ട് സമൂസ ഉണ്ടാക്കാൻ. ഉള്ളി ഇതുണ്ട്, ഇതെല്ലാം അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തിനുള്ളോ മസാല ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പണിയെടുത്തിട്ട് വരുന്നു. ഉമ്മ ചില്ലി വീഡിയോ എടുത്തിട്ട് നിൽക്കണ്ട, എന്നെ കുറച്ചധികം ഹെൽപ്പാക്കണം കഴിഞ്ഞില്ലാന്ന്. അങ്ങനെ ഞാൻ ഒന്ന് കിച്ചണിലേക്കെല്ലാം വന്നിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് കിച്ചണ്. ഉമ്മ എപ്പോൾ പറയല്ലേ നീ എന്തുണ്ടാക്കില്ല കുക്കാക്കില്ല സാറില്ല, ഒന്ന് എല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കണമെന്ന്. അങ്ങനെ ഒന്ന് അധികം ഹെൽപ്പാക്കിയറാ വിചാരിച്ച്. കാരണം കിച്ചണിൻ്റെ അവസ്ഥ ഭയങ്കര ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് കിച്ചൺ. ശരിക്കും പറഞ്ഞത് ഇല്ലേ, നമ്മളെ കിച്ചണ് നല്ല റെഡി ആയിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് കുക്കാക്കാൻ നല്ല ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര വൈബാന്ന്. ഇത് ഇങ്ങനെ അലങ്കോലാക്കിയിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു മൂടേ ഉണ്ടാകുന്നില്ല കിച്ചണിലേക്ക് കയറാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണെല്ലാം ഒന്ന് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഉള്ളിയിലും ഓൾറെഡി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിന് ഞാൻ വരുമ്പോൾക്ക്. അങ്ങനെ ഉള്ളി അരിഞ്ഞ് പിന്നെ ഞാൻ അതിൻ്റെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ച്. പിന്നെ പാത്രമല്ലേ ഇല്ലേ കവുന്നുണ്ട്, ഞാൻ ഉള്ള വാഷാക്കിയിട്ട് വെച്ചെങ്കിൽ അതിൻ്റെ പണിയും കഴിഞ്ഞല്ലേ. പാത്രം വാഷാക്കാൻ കുറച്ച് അധികം ഉണ്ടായിന്. പിന്നെ ഉമ്മ എന്നില്ലെങ്കിൽ എന്നെ എല്ലാത്തിനും കാക്കയില്ല, ഏകദേശം എല്ലാം ഉമ്മാവും ഉമ്മ കൈനാൾക്ക് ഉമ്മാവും എടുക്കും. ഉമ്മ എന്നോട് ചെല്ലും നീ എന്നെ എന്നെ ആക്കണോ എന്ന് ചെല്ലുന്നുണ്ടെങ്കിലും അല്ലേ ഉമ്മ എന്നെ ഏകദേശം ക്ലീൻ ആക്കൂ. മസാലക്ക് അത്ര വലിയ പണിയൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് ചില്ലറ പണി എൻ്റെ കൈയും വരണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കായ് ചെല്ലാൻ വന്നിട്ടുള്ളത്. ഇത് കായ് നമ്മുടെ നാട്ടിൽ കായ് ചെല്ലുന്നതിന് ചെല്ലു കായ് വാട്ടിയിട്ട് അതിന് ഒരു മൈദൻ്റെ ഒരു ദോശ ചുട്ടിയിട്ട് ഇതൊരു ഫില്ലിങ് എല്ലാം ആക്കിയിട്ട് വെക്കുന്ന ആ ഒരു സാധനം. അതിപ്പോൾ നമ്മളെ പൊരലില്ലേ സമൂസ പോലെ തന്നെ അതിന് ദസ്സാക്കുന്നു. കാരണം ഷെയറിനത് ഭയങ്കര ഇഷ്ടമായിന്. ഒന്ന് സക്സസ് ആയിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ അതെന്നും ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിപ്പോൾ മടുപ്പിക്കുമ്പോൾ അതെന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അങ്ങനെയില്ലേ ബെഡ്റൂമെല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കാണ്. എന്നെ എല്ലാവരും വരുമ്പോൾ എല്ലപ്പം നമ്മളിങ്ങനെ ക്ലീൻ ആക്കണോ എല്ലാം ഭാര്യ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെസിലാണെങ്കിൽ ഒന്നെടുത്തെങ്കിൽ ഒരിടത്ത് വെച്ച് പിന്നെ എടുത്ത് വെച്ച് എന്നോട് പണ്ടും എപ്പോൾ ചെല്ലലുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് വരോളം പോലെ ക്ലീൻ ഉണ്ടാവും. സ്കൂളിൽ പോയിട്ട് വന്നിട്ടാകുമ്പോൾ ഫുള്ള് കച്ചറാന്ന്. ഇപ്പോൾ ഉമ്മനോട് എപ്പോൾ ചെല്ലില്ല, എൻ്റെ മോൻ എനിക്കുള്ള പോലെ തരണം, അതുപോലെ മോനണിച്ചിട്ട് നമുക്ക് ഫുള്ള് അലങ്കോലായിട്ട് മാറുന്നത്. അങ്ങനെയാണ് അവന് ഫുള്ള് ഭാര്യ വലിച്ചെടുക്കുന്നത്. അങ്ങനെ ഡ്രസ്സെല്ലാം ഫുള്ള് ഒരുക്കിയിട്ട് വെക്കുന്നുണ്ട്, ഓരോരോ സ്ഥലത്തായിട്ട് വെക്കുന്നുണ്ട്. ഫസ്റ്റ് എല്ലാവർക്കും വേർതിരിച്ച് വെക്കും ഇവിടെ എന്തെല്ലാം ഒന്ന്. അത് കഴിഞ്ഞിട്ടായിട്ടാണ് ഫുള്ള് സെറ്റാക്കിയിട്ട് വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്കില്ലേ എൻ്റെ അടുത്തേക്ക് ഷസ്ലാൻ വന്നുകൊണ്ടുണ്ട്. എനിക്ക് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എൻ്റെ ടാഗൊന്നും പൊട്ടിച്ചിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കളിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് എത്തുമ്പോൾക്ക് ഈ ഒരു പണിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ കഴിഞ്ഞിട്ട് ഷസാമും എല്ലാം ഒന്നിച്ചിട്ട് കളിക്കുന്നതിൻ്റെ പുള്ളറൊക്കെ. സോ ഗൈസ്, അപ്പോൾ മിഞ്ഞാന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു ഇനിയും ആ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനാണ് ഇന്നത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സിലായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഭയങ്കര റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് കഥ. അപ്പോൾ ഇനി ഇതാ കട്ട്ലേറ്റ് കാച്ചാൻ പോകുന്നുണ്ട്.
ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഷസാം നല്ല ഉറക്കിലുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കൊറിയർ ഓഫീസിലേക്കെല്ലാം പോകണ്ടതിന് അപ്പോഴത്തേക്ക് തനീഷ വന്നിട്ടുണ്ട്. നിഷാനെ കാണുമ്പോൾ ഷസ്ലാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പുള്ള കുറച്ച് സമയം പുറത്തെല്ലാം ഇരുന്നിട്ട് കളിക്കുന്നെല്ലാം ഉണ്ട്, മിക്കീനെല്ലാം കളിപ്പിക്കുന്നെല്ലാം ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്കൊന്ന് DTDC ഓഫീസിലേക്ക് പോകാണ്ട് ഷസ്ലാൻ കാണാത്ത മെല്ലെ പോകാൻ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കറക്റ്റ് ആൻസർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷസാം എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്നല്ല കറക്റ്റ് ആൻസർ തന്ന ആളെ ഞങ്ങളുടെ മെൻഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങടി മൈക്കോ, കൺഗ്രാറ്റുലേഷൻസ്. സോ ഗൈസ്, ഇപ്പോൾ DTDC ഓഫീസിൽ വന്നിട്ടുണ്ട്. 6:15 ടൈം. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ എത്തണം. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. നോമ്പൊറുക്കാൻ ടൈമെല്ലാം ആയല്ലേ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ എത്തേണ്ടതാണ്. പക്ഷേ DTDC ഓഫീസിൽ പോയിട്ട് വരുന്ന കാണുന്നില്ലാലോ, ചോദിക്കാലോ. അപ്പോൾ പുള്ളമെല്ലാം നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുണ്ട്, വരിയായി ഇരുന്നിട്ടുണ്ട്. ഇനി ഞാനും ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്നു. കുറേ എന്തെങ്കിലും സ്പെഷ്യലൊന്നുമില്ല. ഇത് പുറത്ത് നമ്മൾ വാങ്ങിയത് ഉള്ളി വെച്ച മാത്രം, ബാക്കിയെല്ലാം ഹോം മെയ്ഡാണ്. അപ്പോൾ ഡിന്നറില്ലേ ബിയബിളുമ്പുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നോമ്പ് തുറന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡിന്നറാക്കിയിട്ട് ഇങ്ങനെ ലോങ്ങെല്ലോ ഉള്ള ആൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാം സെറ്റാക്കി ഇത്. അപ്പോൾ അതാണ് കഥയല്ലോ. ഷെയ് ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടതിന് ഷെയ് പറഞ്ഞ് നിങ്ങൾ കഴിച്ചോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന്. അങ്ങനെ ഓന് പെട്ടെന്ന് പോയി. അങ്ങനെയല്ല ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടാവുക ഇൻസ്റ്റാളും ഷോർട്സിലെല്ലാം ആയിട്ട് എല്ലാവരും പെട്ടെന്ന് ചെക്ക് ആയിക്കോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു യുദ്ധമാണ് പാത്രം കവുന്നത് ഒരു 1-1.5 ടാസ്ക് തന്നെയല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ട്. ഏറ്റവും അന്ന് കഥ ഇത് പാത്രം കവുന്നത്. അത് പെട്ടെന്നാക്കി അത് കഴിഞ്ഞിട്ട് ഷെയ് വന്നതിന് ശേഷമില്ലേ ഓനിക്ക് നല്ല ചൂടോടെ തന്നെ ഫ്രൈ ആക്കാനായിട്ട് വേറെ തന്നെ ഫ്രൈ പരക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെത് മാത്രം ബയ്യാക്കാൻ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കുറച്ച് ചൂടോടെ ചിക്കൻ ഫ്രൈ, അതും ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പറയുമ്പോൾ തന്നെ എൻ്റെ സ്ലാങ്ങിലെല്ലാം കുറച്ച് ഡിഫറൻസ് എല്ലാം വരും, കാരണം എനിക്ക് അത്ര ബമ്പുണ്ട് എൻ്റെ ചിക്കൻ ഫ്രൈ. അമ്മാതിരി ടേസ്റ്റ് എന്ന് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഷെയ് ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ ജ്യൂസും നേരത്തെ ഉണ്ടായ കുറച്ച് സാധനത്തിൽ എനിക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓന് വന്നിട്ടായിട്ട് കഴിച്ച് ഷസ്ലാനില്ല ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടതിന് അതിലേക്ക് ജ്യൂസെല്ലാം കൂട്ടിയിട്ട് കൊടുക്കുന്നുള്ളത്. ഓന് അതിനോടില്ലേ ഭയങ്കര സർക്കസ് കളിയാവേ, ഇതെല്ലാം തരം കളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എത്ര വട്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ. പിന്നെ അതിൽ കഴിഞ്ഞിട്ടില്ലേ പിന്നെ എന്ത് കഥ പറഞ്ഞെങ്കിലും ഷസാമിനും ഷസ്ലാനും രണ്ടാൾക്കും സുഖമില്ല. അതുകൊണ്ടാണ് എൻ്റെ വ്ളോഗ് ഇത്ര ലാഗ് വന്നത്. രണ്ടാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നെബെല്ലാം ചെയ്തിട്ട് വന്നത്. ഷസാമിന് രാത്രി തീരെ ഉറങ്ങുന്നില്ല. അപ്പോൾ ഓനൊന്ന് സെറ്റാക്കി. ഷസ്ലാനൊക്കെ ചെറുങ്ങനെ ഉണ്ടതുകൊണ്ട് ഓൻ്റെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.